ആദ്യം ഹാപ്പി ഓണം. ഇപ്പോഴാണ് നെഞ്ചൊന്ന് ശരിയായത്. എന്നെ പേടിപ്പിച്ച ഓണം വിഷയാനും മറന്നു, എല്ലാം മറന്നു. ശരിയായില്ലേ? ഇപ്പൊ ശരിയായി വരുന്നു. താങ്ക് യു. എന്തായാലും ചേച്ചി ഹാപ്പി ഓണം. വിഷു ദ സെയിം. താങ്ക് യു. ആദ്യം ഇതിപ്പോ കൊടുത്തിട്ട് പറ ഹാപ്പി ഓണം. ഞാൻ കുടിക്കട്ടെ, എന്നിട്ട് പറയാം ഞാൻ ഹാപ്പി ഓണം. ഇരിക്കണ്ടേ? അയ്യോ അച്ഛനായിരിക്കുന്നു. സത്യം സൂപ്പറായിരിക്കുന്നത്. നേരെ ദൈവത്തിനാണ്. താങ്ക് യു. ഞാൻ കള്ളം പറയില്ല. താങ്ക് യു. ഓക്കെ ചേച്ചി, ഓണത്തിന് എന്നാ ഉണ്ട് വിശേഷം? ഈ ഓണത്തിന് മോൻ ഹൈദരാബാദിലാണ്. വന്ന സദ്യ വെക്കും. അവന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാ ഓണത്തിനും ചേച്ചിയുടെ മോൻ വീട്ടിലില്ലെങ്കിലും ശശിയേട്ടൻ, നമ്മളുടെ ഒരു ഹീറോ ഉണ്ടല്ലോ അശോക് സെൽവൻ, അവനെങ്കിലും വേണം. അവനെ വിളിച്ച് സദ്യ. ചേച്ചിയാ ഒരുക്ക സദ്യ? അങ്ങനെയല്ല, ശശിയേട്ടൻ നോൺ വെജ് വേണം സദ്യയുടെ ഓണത്തിന്റെ അന്ന് സദ്യ വേണം. സദ്യന്റെ കൂടെ നോൺ വെജ് വേണം. അപ്പൊ അത് മലബാർ സൈഡിൽ അങ്ങനെയാണോ? അതെ, ഓരോ സ്ഥലത്ത് ഓരോ രീതിയാ ചേച്ചി. സത്യം. അപ്പൊ അങ്ങനെ ഓരോ ഇത് അനുമോനുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ഹാപ്പി. എല്ലാരും മക്കളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം. മോനും മോളും മരുമകനും ഒരു ബഹളം അല്ലേ ചേച്ചി? സത്യം. ചേച്ചി ശരിക്കും ചേച്ചി കുഞ്ഞുനാള് മുതലേ ചെന്നൈയിലാണ് കല്യാണം കഴിഞ്ഞിട്ടും? ജനിച്ചതും വളർന്നൊക്കെ ചെന്നൈയാണ്. അച്ഛൻ അവിടെയായിരുന്നു, TVS-ലായിരുന്നു. അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടും പിന്നെയും ചെന്നൈയിൽ തന്നെ സെറ്റിൽഡ് ആയോ? അതോ? ഞാൻ പിന്നെ അതല്ല ഞാൻ ചോദിച്ചത്, ഓണത്തിന്റെ ഇതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കേരളത്തിലുള്ളതാണല്ലോ ഓണം എന്നുള്ള സെലിബ്രേഷൻ. അല്ലേ, നമ്മളെപ്പോഴും മിക്കവാറും കേരളത്തിലായിരിക്കും. എന്തറിയോ, ഷൂട്ടിംഗ് ആയിരിക്കും. ഷൂട്ടിങ്ങിന്റെ ആ സദ്യ ഉണ്ടല്ലോ, അത് സൂപ്പർ. അതിന്റെ ബഹളവും അതും എല്ലാം കൂടി നമുക്ക് അതൊരു ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോ അപ്പൊ നമ്മളൊരു കേരള ഫീലിംഗ്, ആ ഒരു കേരള ഫീലിംഗ് എന്നല്ല, ആ സന്തോഷം വേറെയാണ്. നല്ലതായിരുന്നു, നന്നായിരുന്നു അത് അന്നത്തെ കാലത്ത്. സത്യം. ഇന്ന് എനിക്കറിയില്ല. ഇന്നൊരു കാരവൻ വന്നപ്പോ എല്ലാവരും കാരവന്റെ ഉള്ളിലായിരിക്കും ഓണം കഴിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു ബഹളം ഉണ്ടാവൂല അല്ലെ ചേച്ചി? പഴയ കാലത്തെ സെറ്റ് അല്ലേ ചേച്ചി ഏറ്റവും നല്ലത്? നിങ്ങളുടെ കടുവ പോയപ്പോഴും കാരവൻ വേണ്ടെന്നാ പറഞ്ഞേ? ഇല്ല അല്ലേ? അവിടെ ആ വീട്ടില് എനിക്ക് റൂം തരാൻ പറഞ്ഞു. എന്നിട്ട് റൂമിലാണ് എല്ലാരുമായിട്ടിരുന്നു വർത്താനം പറഞ്ഞ്. അതേപോലെ ചേച്ചിയുടെ ഈ കടുവയിലെ ക്യാരക്ടർ, അതേപോലെ പണിയിലെ ക്യാരക്ടർ, എന്തൊരു രസമാ ചേച്ചി. ആ ഒരു മതിയല്ലോ, ആ ഒരു അത്രയും മതി ചേച്ചിയുടെ. പറഞ്ഞപ്പോ എനിക്കൊരു ഇത്, ഈ പണി വന്നിട്ട് October 24 റിലീസായേ. അപ്പോൾ പടം തീർന്നു. മാർച്ചിൽ ഞാനത് പടം തീർത്തിട്ട് ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലായപ്പം എനിക്കൊരു കോൾ വന്നു, ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ പണിയെന്ന് പറഞ്ഞ പടം കണ്ടു. മുട്ടയായിട്ട് ആരാ എന്താന്നൊന്നുമില്ല. അവൻ പടം കണ്ടോ? അപ്പോൾ എനിക്ക് ഈ റെക്കോർഡിങ്ങോ അതെല്ലാം മിക്സിങ്ങോ എല്ലാം കഴിച്ചോ ഒന്നും എനിക്കറിയില്ല. നീ നന്നായിട്ടുണ്ട്, അസലായിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ? മുഴുവനും കണ്ടോ? മുഴുവനും കണ്ടു, നീ നന്നായിട്ടുണ്ടെന്ന്. അവൻ ആരാന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിനക്ക് എന്താ എൻ്റെ വോയിസ് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചു. മനസ്സിലാവാത്തോണ്ടല്ലേ ചോദിക്കുന്ന, ആരാന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ പേര് കമലഹാസൻ എന്നാണ്. ഞെട്ടി തപക്കെന്ന് കെണീറ്റിരുന്നു. ഞാൻ പറഞ്ഞു കമൽകുട്ടി എന്നങ്ങ് ഒരു വിളി. എനിക്കെന്തുവാടി എൻ്റെ വോയിസ് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ സത്യമായിട്ട് മനസ്സിലായില്ല കമലെ. ഞാൻ പറഞ്ഞു കമൽ ചക്രി. ഞാൻ പുള്ളിനെ എപ്പോഴും അങ്ങനെ ചക്രി കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്. പുള്ളി എന്നെ ശാന്തി കുട്ടി എന്ന് വിളിക്കും. എൻ്റെ പേര് ശാന്തി എന്നാണ്. സീമാന്ന് സിനിമക്ക് വന്നപ്പോ നമ്മളെ മീശ വിജയൻ വെച്ചാണ്.